നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. മാവേലിക്കരയുടെ മണ്ണും മനസ്സും ആർക്കൊപ്പം? ഭൂമിശാസ്ത്രപരമായി തന്നെ ഏറെ സവിശേഷതകളുള്ള മണ്ണാണിത്. അതിന്റെ അടിയൊഴുക്കിൽ പതറാതെ ഉറച്ചു നിൽക്കുന്നത് ആരായിരിക്കും? KCO, CBO, AVO ആരാണ് ആലപ്പുഴയിൽ? വേണുഗോപാലും ചന്ദ്രബാബുവും താമരാശനും അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. കൊടിപ്പടയുമായി സുരേഷും കോട്ടയുറപ്പിക്കാൻ ചെങ്ങറയും സുധീരമായി P. സുധീറും. ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുമോ, തിരുത്തി കുറിക്കുമോ, അതോ ആദ്യമായൊരു അധ്യായം എഴുതി ചേർക്കുമോ? കാത്തിരിക്കാം മെയ് 16 വരെ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. കാരണം കൊല്ലം, ആലപ്പുഴ, കോട്ടയം തുടങ്ങി 3 ജില്ലയിലൂടെ പടർന്നു കിടക്കുകയാണ് മണ്ഡലം. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 50ഓളം പരാതികൾ ആലപ്പുഴ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ 100 കേന്ദ്രങ്ങളിലായി 207 ബൂത്തുകൾ പ്രശ്നസാധ്യതാ ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഭാരതത്തിന്റെ ഭരണഘടന. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തിരഞ്ഞെടുപ്പ്. സാധാരണക്കാരനായ ഓരോ പൗരനും തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നിർണായക ദിവസം നാളെയാണ്. കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളുടെ ഭാഗമായി വരുന്ന മാവേലിക്കര മണ്ഡലത്തിൽ ആകെ 12,74,041 വോട്ടർമാരാണുള്ളത്. ഇതിൽ 6,450,000 വോട്ടർമാർ പുരുഷന്മാരും 6,73,591 വോട്ടർമാർ സ്ത്രീകളുമാണ്. മാവേലിക്കര മണ്ഡലത്തിൽ 61 മൈക്രോ ഒബ്സർവർമാരെയും 64 വീഡിയോ നിരീക്ഷണ സംഘങ്ങളെയും കൂടാതെ 3 വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നസാധ്യതാ പ്രദേശത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാടായ ആലപ്പുഴ ജില്ലയിലെ പരസ്യ പ്രചാരണത്തിന് തിരശീല വീണെങ്കിലും ഇടിമുഴക്കത്തിന് ശേഷമുള്ള നിശബ്ദതയായി ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അതീതമായ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ പതിഞ്ഞത് ആരുടെ മുഖമാണ്? കാത്തിരിക്കാം മെയ് 16 വരെ. പല പ്രമുഖന്മാരെയും സ്ഥാനാർത്ഥിയാക്കാൻ CPM ആലോചിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി CB ചന്ദ്രബാബുവിനെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറക്കാൻ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി അണികളുടെയും സാധാരണക്കാരുടെയും വോട്ട് എന്ന ലക്ഷ്യമാണ് ഈ തീരുമാനത്തിനു പിന്നിൽ. ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ച ചന്ദ്രബാബു 1979 പാർട്ടി അംഗമായി. DYFI സംസ്ഥാന ട്രഷറർ തുടങ്ങി പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. 2005 മുതൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നിലവിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമാണ് ചന്ദ്രബാബു. അരൂർ പഞ്ചായത്ത് അംഗമായതൊഴിച്ചാൽ ഭരണതലത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ CBയുടെ സൗമ്യതയും ആദർശ ധീരതയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് CPM. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ പ്രമുഖരെ പരിഗണിച്ച CPM അവസാനം ആലപ്പുഴയിൽ CBയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഔദ്യോഗിക പക്ഷത്തിനും VS പക്ഷത്തിനും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് ചന്ദ്രബാബു. അതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടുകൾ ഭിന്നിക്കില്ലെന്നും CPM കണക്കുകൂട്ടുന്നു. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള കാത്തലിക്, SNDP എന്നീ വിഭാഗങ്ങളുടെ പിന്തുണയും CBക്ക് അനുകൂലമാണ് എന്നത് ശ്രദ്ധേയമാണ്. കളിക്കളത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും നല്ല കളിക്കാരനാണ് KC വേണുഗോപാൽ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കളികളിൽ പയറ്റിത്തെളിഞ്ഞ വ്യക്തിത്വവുമാണ് KC വേണുഗോപാലിന്റേത്. വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറെ ആരോപണങ്ങൾ എതിർകക്ഷികൾ ഉന്നയിച്ചുവെങ്കിലും മതന്യൂനപക്ഷവും തീരദേശവുമായ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. പാർലമെന്റ് മണ്ഡലത്തിൽ വികസനത്തിന്റെ സർവകാല റെക്കോർഡിട്ട കാലയളവാണ് കഴിഞ്ഞുപോയതെന്നും KC വേണുഗോപാൽ അവകാശപ്പെടുന്നു. 26 വർഷം രൂപരേഖ മാത്രമായിരുന്ന നിർദ്ദിഷ്ട ആലപ്പുഴ ബൈപ്പാസ് നടപ്പാക്കുമെന്ന് ഉറപ്പാക്കാനായത് MP എന്ന നിലയിലുള്ള പ്രധാന നേട്ടമായി എടുത്തുകാട്ടുന്നുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിലെ 105 ആളില്ലാ ലെവൽ ക്രോസുകളിലും പറാവുകാരെ നിർത്താനായതും കേരളത്തിലേക്ക് അനുവദിച്ച ട്രെയിനുകൾ ആലപ്പുഴ വഴിയാക്കാൻ സാധിച്ചതും KC ഉയർത്തിക്കാട്ടുന്ന അവകാശവാദങ്ങളാണ്. നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ്, പാസ്പോർട്ട് സേവാ കേന്ദ്രം ആലപ്പുഴയിൽ അനുവദിച്ച് തുടങ്ങിയവയും KCക്ക് ഗുണകരമാവുമെന്ന പ്രതീക്ഷയിലാണ് വലതുപക്ഷ മുന്നണി. രാജ്യം തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും പിടിയിലേക്ക് പോവുകയാണ്. രാഷ്ട്രം സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി വേണമെന്നുമാണ് NDA സ്ഥാനാർത്ഥി പ്രൊഫസർ AV താമരാക്ഷന്റെ നിലപാട്.
5 തവണ MLA ആയി വിജയിച്ച വ്യക്തിയാണ് താമരാശൻ. LDF-ന്റെയും UDF-ന്റെയും നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു മുന്നണികളുടെയും പൊള്ളത്തരങ്ങളും വിശ്വാസവഞ്ചനകളും നേരിട്ട് ബോധ്യപ്പെട്ടതിനാലാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ജനകീയ സമരങ്ങളുടെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് MA ബിന്ദുവും മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. ഇത്തവണ മാവേലിക്കര മണ്ഡലത്തിൽ തീപാറ് മത്സരമാണ് നടക്കുന്നത്. പരസ്പരം മത്സരിച്ച് കൊണ്ടും കൊടുത്തും പരിചയസമ്പന്നരാണ് ഇടതു വലതു മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ. ഒപ്പം BJPയും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സഹായം ഇത്തവണയും UDF പ്രതീക്ഷിക്കുന്നു. LDF ആകട്ടെ കൊടിക്കുന്നിലിനെ 2 പ്രാവശ്യം മലർത്തിയടിച്ച ചെങ്ങറയിൽ വിശ്വാസമർപ്പിക്കുന്നു. BJPക്ക് മാവേലിക്കരയിൽ നിലവിൽ 44,000 വോട്ടുകളുണ്ട്. ഇത് P. സുധീർ വഴി മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. മാവേലിക്കര മണ്ഡലം ഭൂപ്രകൃതി കൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്തമാണ്. ഒരു പ്രദേശത്ത് മലമുകളിൽ വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രദേശത്ത് സമുദ്രനിരപ്പിനും താഴെയുള്ള ജനത വോട്ട് ചെയ്യുന്നു. ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ പലതരത്തിലുള്ള കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം. ഒരു ഭാഗത്ത് കസ്തൂരിരംഗൻ വിഷയമാണെങ്കിൽ മറ്റൊരിടത്ത് കുട്ടനാട് പാക്കേജും AC കനാൽ നവീകരണവും കുടിവെള്ളവുമാണ് ജനങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. മാവേലിക്കരയിലെ രാഷ്ട്രീയം വളരെയധികം കലുഷിതമായിരുന്നു. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാൽ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ മണ്ഡലവും മാവേലിക്കരയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും ഭൂമി കോരിത്തെരിപ്പിക്കുമാറുള്ള ഇടിമുഴക്കത്തിലും ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചരണമായിരുന്നു മണ്ഡലത്തിലെ പ്രധാന 3 സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചത്. മണ്ഡലത്തിന്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് അവസാന നിമിഷങ്ങളായി ഇപ്പോഴും പ്രവചനാതീതമാണ്. വികസന തുടർച്ചയ്ക്കായി കൊടിക്കുന്നിൽ സുരേഷ് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ചെങ്ങറ സുരേന്ദ്രൻ വോട്ടഭ്യർത്ഥിക്കുന്നു. പ്രചരണത്തിൽ ഇരു മുന്നണികൾക്കൊപ്പം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുവാൻ ഒരു വോട്ടെന്ന മുദ്രാവാക്യവുമായി BJPയും രംഗത്ത് സജീവമാണ്. എന്നാൽ മാവേലിക്കരയിലെ ഏക സ്ത്രീ ശബ്ദമാണ് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി KS ശശികല. കാലാകാലങ്ങളിൽ മാറിവന്ന സർക്കാരുകൾ സ്ത്രീകളെ സംരക്ഷിക്കുകയല്ല, മറിച്ച് സ്ത്രീകളെ അവഹേളിക്കുകയായിരുന്നെന്നും ഇവിടെയാണ് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആവശ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി KS ശശികല രംഗത്തു വരുന്നത്. ആഘോഷ പെരുമ്പറ മുഴക്കി നാടും നഗരവും ഇളക്കിമറിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് തിരശീല വീണിരുന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന വിധിയെഴുത്താണ്. വിധി എന്തെന്നറിയാൻ നമുക്ക് മെയ് 16 വരെ കാത്തിരിക്കാം. ഭരണഘടനയുടെ മഹത്തായ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവാൻ ആലപ്പുഴ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ N. പത്മകുമാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിർഭയവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാ ക്രമീകരണവും പൂർത്തീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ്. വോട്ടവകാശമുള്ള മുഴുവൻ പൗരന്മാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മാവേലിക്കര, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടർമാരും 2014 ഏപ്രിൽ 10 നടക്കുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കണം. നിർഭയമായും സ്വതന്ത്രമായും വോട്ട് ചെയ്യുവാനും വോട്ടെടുപ്പ് സമാധാനപൂർവ്വം നടത്തുവാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കരുത്തുറ്റ ജനാധിപത്യത്തിന് ശക്തി പകരാൻ വോട്ടവകാശമുള്ള മുഴുവൻ പേരും വോട്ടവകാശം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിലേക്ക് പുതുതായി കടന്നുവരുന്ന മുഴുവൻ വോട്ടർമാരെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്.
എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ബീച്ചിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇടുക്കി പടമുഖം തിരുഹൃദയ ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായ സിറിയക്, ബോണി, സ്റ്റെൽവിൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കടലിൽ കുളിക്കുമ്പോൾ തിരയിൽപ്പെട്ട് കാണാതായ 3 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 8:30 കോസ്റ്റൽ പോലീസിന്റെയും നേവി മുങ്ങൽ വിദഗ്ധരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും തിരച്ചിലിനൊടുവിൽ കരയിൽ നിന്നും 50 മീറ്റർ ഉള്ളിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. കുട്ടനാട് താലൂക്കിലെ 168 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പോലീസിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം നടന്നത്. അടിയന്തര സന്ദർഭങ്ങൾ നേരിടുന്നതിനായി വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ടീമിന്റെയും ആംബുലൻസിന്റെയും സൗകര്യങ്ങൾ വിതരണ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു. വിതരണ കേന്ദ്രത്തിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘത്തെയും പോളിംഗ് സാമഗ്രികളും മുൻകൂട്ടി തയ്യാറാക്കിയ റൂട്ട് പ്ലാൻ അനുസരിച്ച് പോലീസ് അകമ്പടിയോടെയാണ് ഓരോ സ്ഥലത്തും എത്തിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്നു കൊടുക്കുമെന്ന് കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ വ്യക്തമാക്കണമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് MLA. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 3 ലക്ഷത്തിൽ പരം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇനിയും ലഭിച്ചിട്ടില്ല. സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അലവൻസുകൾ മാത്രമേ മാറ്റിവെക്കുന്നുള്ളൂ, ശമ്പളത്തിന് മുടക്കം ഉണ്ടാവില്ല. ലീവ് സറണ്ടർ പോലുള്ള ആനുകൂല്യങ്ങൾ അത് 10-ാം തീയതി കഴിഞ്ഞിട്ട് നൽകും. അതൊരു താമസം വന്നാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ നില ശമ്പളം തന്നെ മുടങ്ങിയിരിക്കുന്നു. ആദ്യം ശമ്പളം വാങ്ങുന്നതിനുള്ള ബിൽ ബുക്ക്, ആ ബിൽ ബുക്ക് കൊടുക്കുന്നതിന് കാലതാമസം. ആ ബിൽ ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജീവനക്കാർ ആദായ നികുതി കൃത്യമായിട്ട് അടച്ചു 4 വർഷം മുൻ 4 വർഷങ്ങളിൽ നിന്നുള്ള രേഖ നൽകണം എന്നൊക്കെ നിബന്ധന വെച്ചിട്ടാണ് ബിൽ ബുക്ക് നൽകുന്നതിന് കാലതാമസം സൃഷ്ടിച്ചത്. ബിൽ ബുക്ക് കിട്ടി ബില്ലെഴുതി നൽകിയപ്പോഴോ ഇന്നലെ ബാങ്ക് ടൈം കഴിയുന്നവരെ സെർവറുകൾ ഡൗൺ, കേടാക്കിയതാണ് എന്നാണ് പൊതുവിശ്വാസം. ഇന്നിപ്പോഴ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി, നാളെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഈ മാസം 11-നകം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ ശമ്പളം നൽകുന്നതിനുള്ള ബിൽ ബുക്ക് ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തിയതും ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ഡ്യൂട്ടി ഓഫും നൽകിയതും മൂലം വിഷുവിന് ശേഷം മാത്രമേ ശമ്പളം ലഭിക്കൂ എന്ന അവസ്ഥയാണ് ഉദ്യോഗസ്ഥർക്ക്. ഇവർക്ക് എത്രയും വേഗം ശമ്പളം നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. എടത്വ 3 തൈക്കൽ കരക്കാർക്ക് പുതിയ വെപ്പ് എ ഗ്രേഡ് വള്ളം. 3 തൈക്കൽ കുടുംബക്കാരാണ് കരക്കാർക്കായി വള്ളം പണിതിരിക്കുന്നത്. ഉമാമഹേശ്വരനാണ് വള്ളത്തിന്റെ മുഖ്യശില്പി. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളവും ഈ കരക്കാർക്ക് 3 തൈക്കൽ കുടുംബത്തിന്റേതായി ഉണ്ട്. വള്ളംകളി പ്രേമികളുടെയും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖന്മാരുടെയും സാന്നിധ്യത്തിലാണ് വള്ളം നീരണിഞ്ഞത്.
കുന്നുമ്മ കാവാലം ശ്രീ വിശ്വകർമ്മ ദേവക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച 11-നാണ് സുനിൽ മഹാദേവ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നത്. ബുധനാഴ്ച മുതൽ ഏപ്രിൽ 13 വരെയാണ് വിശ്വകർമ്മ ദേവക്ഷേത്രത്തിലെ തിരുവുത്സവം കൊണ്ടാടുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ആത്മീയ പ്രഭാഷണ പരമ്പരയും കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. തലവടി തൃക്കയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് ഉണ്ണിയൂട്ടും വിശേഷാൽ പൂജയും നടന്നു. യജ്ഞാചാര്യൻ ചെന്നിത്തല കാരാഴ്മ ശ്രീധരൻ പിള്ളയുടെയും കുടൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. നിരവധി കുഞ്ഞുങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാവേലിക്കരയുടെ മണ്ണും മനസ്സും ആർക്കൊപ്പം? ഭൂമിശാസ്ത്രപരമായി തന്നെ ഏറെ സവിശേഷതകളുള്ള മണ്ണാണിത്. അതിന്റെ അടിയൊഴുക്കിൽ പതറാതെ ഉറച്ചു നിൽക്കുന്നത് ആരായിരിക്കും? KCO, CBO, AVO ആരാണ് ആലപ്പുഴയിൽ? വേണുഗോപാലും ചന്ദ്രബാബുവും താമരാശനും അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. കൊടിപ്പടയുമായി സുരേഷും കോട്ടയുറപ്പിക്കാൻ ചെങ്ങറയും സുധീരമായി P. സുധീറും. ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുമോ, തിരുത്തി കുറിക്കുമോ, അതോ ആദ്യമായൊരു അധ്യായം എഴുതി ചേർക്കുമോ? കാത്തിരിക്കാം മെയ് 16 വരെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.